സാർ നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വാർത്തകൾ തന്നെയാണ് ഇന്നും ദേശീയ തലത്തിൽ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്റെ വീട് റെയ്ഡ് ചെയ്യാൻ വരികയാണ്, നിങ്ങൾ വന്നുകൊള്ളൂ, നിങ്ങൾക്ക് ഞാൻ ചായയും ബിസ്ക്കറ്റും തരാമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതുപോലെ പണ്ട് രാഹുൽ ഗാന്ധി ബിസ്ക്കറ്റ് നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഇട്ട് കൊടുത്തതാണ് ഇപ്പോ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ബി.ജെ.പിയുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളൊരു എളിയ റിമൈൻഡർ ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് മുഴുവൻ ബി.ജെ.പി കൈയടക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പിടി എന്ന് പറയുന്ന പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞതാണ് കഥകൾ. അതിന് തെളിവുകളൊന്നുമില്ല, എങ്കിലും ഇത്തരത്തിലുള്ള കഥകൾ കോൺഗ്രസിന്റെ അന്തർധാരയിൽ പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം? യഥാർത്ഥത്തിൽ ഒന്നും കാണാതെ രാഹുൽ ഗാന്ധി ഇത് പറയില്ല. എന്തോ ഒരു സാധനം വരാനിരിക്കുന്നുണ്ട്. ഇടുത്തി പോലൊരു സാധനം, അഗസ്റ്റ്യ വെസ്റ്റ്ലാൻഡിന്റെ 600 കോടിയുടെ അഴിമതി പുറത്തേക്ക് വന്ന ആ ഒരു സാഹചര്യത്തിൽ സംതിങ് ഫിഷി, എന്തോ ഒരു കാര്യം മണക്കുന്നുണ്ട്. സാറിന് എന്താ തോന്നുന്നത്? അതാണ് കാരണം. ബിക്കോസ് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്റെ അടുത്ത് ഇഡിന്ന് 2 പേര് വിളിച്ചു പറഞ്ഞു, ഇൻസൈഡേഴ്സ്, ഉം. നിങ്ങളുടെ വീട് റെഡിയാണോ. ഓ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസ് എത്ര കാലമായി തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം. ഓഗസ്റ്റ് ഉം. വെസ്റ്റ്ലാൻഡ് ഇതില് ആദ്യം നമ്മുടെ അവിടുത്തെ ഒരു എയർഫോഴ്സിന്റെ വല്ല പണ്ടത്തെ ചീഫിനെ ജയിലിലുണ്ടായി. അത് കഴിഞ്ഞപ്പോ ഇറ്റലിയില് കൈക്കൂലി കൊടുത്തവൻ ജയിലിലുണ്ട്. കൈക്കൂലി ഉം. കൊടുത്തവൻ ഡീറ്റെയിൽസ് മുഴുവൻ കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഉം. ഉം. ആർക്കാണ് അവിടെ ഭാരതത്തിൽ കാശ് കൊടുത്തത്, അത് ക്ലിയർ ആയിട്ട് അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉം. ഡോക്യുമെന്റ് എല്ലാം കോർട്ടിന്റെ കയ്യിലായിരുന്നു. കോർട്ട് സീൽ ചെയ്ത് ഉം. വെച്ചേക്കായിരുന്നു. ഉം. അത് മെലോനിനെ എനിക്ക് തോന്നുന്നു മോദിജി ഒരു പ്രഷറൊക്കെ ഉപയോഗിച്ച് അത് അൺക്ലാസിഫൈ ചെയ്തു. ക്ലാസിഫൈഡ് അൺക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആക്കി മാറ്റി. ഉം. ഈ അൺക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആക്കി മാറ്റിയ ഡോക്യുമെന്റ് ആർക്ക് കിട്ടാം. ഇത് മോദിജിക്ക് മാത്രമല്ല, ഏത് പൗരനും ഇറ്റലിയിലെ പ്രൊസീജിയർ പ്രകാരം ആ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് കിട്ടാം. ആ ഉം. ഡോക്യുമെന്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി കൊടുത്തിരിക്കുന്നത് മാഡത്തിനാണ്. മാഡമാണ് അവിടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. മൻമോഹൻ ഉം. സിംഗ് ഒരു ഡമ്മിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഉം. ഉം. എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിന്റെ ഡിസിഷനും അത് എത്ര ഹൈറ്റിൽ പറക്കാനുള്ള ഹെലികോപ്റ്റർ ആയിരിക്കണം അതിന്റെ ഉം. ഇതൊക്കെ മൊത്തം മാറ്റിയത്, അതിന്റെ കംപ്ലീറ്റ് ഫോർമാറ്റ് മാറ്റിയത് സോണിയാഗാന്ധിയാണ്, എല്ലാവർക്കും അറിയാം. അത് മാറി കൈക്കൂലിയും കൊടുത്ത് അവർക്ക് തന്നെയാണ്. പിന്നെ അവരുടെ കൈക്കൂലി പണ്ട് വാങ്ങിച്ചിരുന്ന 4 പേരായിരുന്നു. അവരായിരുന്നു എല്ലാം ഹാൻഡിൽ ചെയ്തത്. മെയിൻ ആയിട്ടുള്ള ആള് അഹമ്മദ് പട്ടേൽ, ഉം. രണ്ടാമത്തത് ഓസ്കർ ഫെർണാണ്ടസ്, മൂന്നാമത്തത് ഉം. മോത്തിലാൽ വോറ, നാലാമത്തത് സാൻ ഉം. പെട്രോ. ഇതിൽ 3 പേര് യാ. ഇപ്പൊ ജീവിച്ചിട്ടില്ല. സാൻ പെട്രോയുടെ മാത്രമേ ഉള്ളൂ. അതാണ് ഉം. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കും സാൻ പെട്രോയുടെ എത്ര പേടി. ബിക്കോസ് പണ്ട് ഉം. ടോം വടക്കൻ ഉണ്ടായിരുന്നു. പക്ഷെ ടോം വടക്കൻ ആ ഗ്രൂപ്പിൽ ഒരു അവിടെ ഒറ്റപ്പെട്ടപ്പോഴാണ് അയാളോട് നിന്ന് മാറിപ്പോയത്. ടോം വടക്കനും കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ മിണ്ടില്ല ആള് പുറത്ത് അതിനെ പറ്റിയിട്ട്. പക്ഷെ ഉം. അഹമ്മദ് പട്ടേലായിരുന്നു മെയിൻ, മിസ്റ്റർ 10% എന്നാണ് അങ്ങനെ പേര്. അതിൻ്റെ അടുത്ത് ഉം. ആരെങ്കിലും സോണിയാഗാന്ധി കാണാൻ പോണെങ്കിൽ അയാൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ്, അയാൾ ഒരു 500 കോടിയുടെ പ്രോജക്റ്റ് കൊണ്ടുവന്ന് അതിന്റെ 10% അഹമ്മദ് ഉം. പട്ടേലിന് കൊടുക്കും. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കി സാങ്ഷൻ ചെയ്തു തരും അഹമ്മദ് പട്ടേൽ. പക്ഷെ മാഡത്തിനെ കാണണമെങ്കിൽ ആദ്യം എൻ്റെ റൂമിൽ വന്നിട്ട് വേണം മാഡത്തിൻ്റെ അടുത്ത് പോകാൻ. ഞാൻ പറഞ്ഞാലും മാഡം കാണുള്ളൂ. ഓ. അങ്ങനെയായിരുന്നു. ഖസാൻചീസ് എന്ന് അവരൊക്കെ പറയും. ഇവരൊക്കെ മോത്തിലാൽ വോറ തന്നെയായിരുന്നു. ഇപ്പൊ ഈ ഉം. ഉം. നമ്മൾ കണ്ടിട്ട് ഈ നാഷണൽ ഹെറാൾഡ് കേസിലും ഉം. ശിക്ഷിച്ചതിൽ മോത്തിലാൽ വോറയുണ്ട്, ഓസ്കർ ഉം. ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു, പക്ഷെ അംഗീകരിപ്പില്ല. അതേമാതിരി ഉം. ഈ പറഞ്ഞ മാതിരി അഹമ്മദ് പട്ടേലും ഇല്ല അപ്പൊ. പക്ഷെ ഉം. ഉള്ളത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയാണ്. അവരത് കാരണം പിടിച്ച് ജാമ്യം ഉം. കൊടുത്ത് അവസാനം ജാമ്യം കൊടുത്തിട്ട് അവരിപ്പോ പുറത്തിറങ്ങി നടക്കുന്നത്. സെക്ഷൻ 420, ഉം. നമ്മൾ ഹിന്ദിയിൽ 420 എന്ന് പറയും. അതിന്റെ അർത്ഥം പറ്റിച്ചോ ഉം. എന്നതിന്റെ അർത്ഥം. നമ്പർ 1 ഫ്രോഡിനാണ് 420 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കർലാസ് എല്ലാം മോദിയുടെ കയ്യിലുണ്ട്. രാഹുൽ ഗാന്ധി കുറെ ദിവസം അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നു പാർലമെന്റിൽ. ഞാൻ അതാണ് എന്താണ്, എവിടെ നിങ്ങളുടെ കാസ്റ്റ് കാണിക്കും, നിങ്ങളുടെ ഏത് ഉം. കാസ്റ്റ് ആണെന്ന് ചോദിക്കും. പക്ഷെ അവനവന്റെ കാസ്റ്റ് ചോദിച്ചപ്പോൾ ആള് അപ്പൊ തന്നെ ദേഷ്യം വന്നു പറഞ്ഞു, എന്റെ കാസ്റ്റ് എങ്ങനെ നിങ്ങൾ ചോദിക്കുക, അത് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഈ ഉം. ഡോക്യുമെന്റ് മോദി തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി അതിലുള്ള ഡീറ്റെയിൽസ് കോടതിയിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അത് ഡിനൈ ചെയ്യാനും പറ്റില്ല. ഏത് ശരിയല്ല, ഉം. ഇത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റിയത് മോദിയും ഉം. അമിത്ഷാവും അല്ലെങ്കിൽ മോദിയും ധോവലും അല്ലെങ്കിൽ പറഞ്ഞ അദാനി ഉം. അംബാനി എല്ലാം കൂടി ചെയ്തുണ്ടാക്കിയ കർലാസാണെന്ന് പറയാൻ ഉം. പറ്റില്ല. ഉം. ഉം. കോടതിയിൽ അതാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഇതാ ഉം. വരുന്നു, ഇനി നിന്റെ വീട് റെഡി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് വീട്ടിലൊന്നും കിട്ടാൻ ഉം. പോണില്ല. ഇവരൊന്നും വീട്ടിൽ സാധനങ്ങൾ കർലാസ് എടുത്ത് ഇരിക്കാൻ പോണില്ല രാഹുൽ ഗാന്ധി. പക്ഷെ ഉം. രാഹുൽ ഉം. ഗാന്ധി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഈ ഉം. ഡോക്യുമെന്റിൽ നിങ്ങളുടെ പേരുണ്ട്, സോണിയാഗാന്ധിയുടെ പേരുണ്ട്, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുത്തേക്കുന്നത് ആ കാശിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മൊറീഷ്യസ് റൂട്ട് എന്നുള്ള കമ്പനികളിലാണ് ഇത് ഫൈനലി കാശ് പോയി വീണത്. ആ മൊറീഷ്യസ് എന്നുള്ള കമ്പനി അതൊരു പോസ്റ്റ് ബോക്സ് ഉം. ആണ്, അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഒരു വെറൊരു
പോസ്റ്റ് കമ്പനികൾ അവിടെയൊക്കെ ഉള്ളത്. അവര് അതിന്ന് കുറെ ആയിരക്കണക്കിന് കോടി കാശ് എടുത്ത്, ഐ തിങ്ക് ഓൾമോസ്റ്റ് 600 കോടി ഇതിൽ കൈക്കൂലി. അതിലൊരു 200-300 കോടി 2-3 കമ്പനികളിൽ അവിടെ അവരുടെ പബ്ലിക് ഇഷ്യൂല് ഇൻവെസ്റ്റ് ചെയ്തു, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് വലിയൊരു ചിദംബരത്തിന്റെ കളിയായിരുന്നു പണ്ടോട്ടന്നെ ഈ മൗറീഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മോദിക്ക് മനസ്സിലായി. എത്ര കാലം നമ്മളെല്ലാരും ചോദിക്കുന്നു, മോദി നിങ്ങൾക്ക് എന്താ അത്ര പേടി ഇവരെ? അത് ഞാൻ കണ്ടിരുന്ന ABC മലയാളത്തിൽ TG സാർ ചോദിച്ചിട്ടുണ്ട് ഇതേ പ്രശ്നം. എന്താണ് മോദിക്ക് പേടി ഇവരെ? എത്ര കേസുകളുണ്ട് ഇവരുടെ നേരെ? രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പ്, അത് ബ്രിട്ടീഷുകാരനാണെന്ന് അയാളുടെ ഓൺ റെക്കോർഡ് ഉണ്ട്. അതിലിപ്പോ അതിന്റെ ഒരു പ്രിവിലേജസ് കമ്മിറ്റി പാർലമെന്റിൽ ഒരു കിടക്കുന്നുണ്ട്. അതെന്താണ് മോദി ഗവൺമെന്റ് ആക്ട് ചെയ്യാണ്ടിരിക്കുന്നത്? ഫൈനലി ഐ തിങ്ക് മോദി ഗവൺമെന്റിന് ഇപ്പൊ ഒരു ബുദ്ധി ഉദിച്ചിട്ടുണ്ട് അവർക്ക്. ശരിയാണ് കേട്ടോ, ഈ കേസുകൾ നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ തലമ കയറിക്കും. ഇത് പ്രൂവ് ചെയ്ത കേസാണ്, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാശ് ഏത് കമ്പനിയിലാണ് ഇവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത്? ഇത് മൊറീഷ്യസിലെ അവിടുത്തെ ഗവൺമെന്റും ഇതിന്റെ ഡീറ്റെയിൽസ് മോദിജി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കമ്പനി ആരാണ് നടത്തുന്നത്, ഈ കമ്പനി ആരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അത് ഇന്ത്യക്കാരാണ്, അത് സംശയമില്ല. പക്ഷെ ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ആ ഡീറ്റെയിൽസ് മോദി ഫൈനാൻസ് മിനിസ്ട്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് മൊറീഷ്യസ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് രണ്ടും കൂടി വരും ഒരുമിച്ച്. ഒന്ന് ഇറ്റലി എന്ന് പറഞ്ഞ റൂട്ട്, പിന്നെ മൊറീഷ്യസ് എന്ന് പറഞ്ഞ റൂട്ട്. ഇത് രണ്ടും കൂടി വരുമ്പോഴായിരിക്കും ഒരു വലിയൊരു ഈ പറഞ്ഞ മാതിരി വലിയൊരു തൃശ്ശൂർ പൂരം തന്നെയായിരിക്കും. മോദി രാഹുൽ ഗാന്ധിക്കെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ് എന്നാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ എന്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. രാഹുൽ ഗാന്ധിക്ക് പണ്ടേ ചെറിയൊരു ഓലപ്പടക്കം തന്നെ ധാരാളമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക്. പക്ഷെ എന്നിരുന്നാലും ഈ 10 കൊല്ലത്തെ നരേന്ദ്രമോദി ഭരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരുപാട് വളർന്നു. കാരണം സാറിന് അറിയാമല്ലോ, അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ ആ ഒരു പ്രബലനായ ഒരു ശത്രുവിനെ ഞാൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആ ശത്രുവിനോളം ഒന്നുകിൽ ഞാൻ വളരണം, അല്ലെങ്കിൽ ആ ശത്രുവിനോളം ഒന്നുകിൽ ഞാൻ താഴണം, ആ ശത്രു എന്നോളം താഴണം. ഇത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ ഫേസ് ചെയ്ത് നരേന്ദ്രമോദിയോളം അല്ലെങ്കിലും രാഹുൽ ഗാന്ധി കുറച്ച് വളർന്നിട്ടുണ്ട്. അതിന് മോദിയുടെ വ്യക്തിപ്രഭാവവും ഒരു പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി അങ്ങനെ വളർന്നപ്പോ ഈ 10 കൊല്ലം രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കേസുകളൊക്കെ നരേന്ദ്രമോദി എടുക്കുമ്പോൾ എന്റെ ചോദ്യം എന്ന് പറയാം, സാറേ, ഇവിടെ ഒരു യുവതലമുറ വളർന്നു വരുന്നു. ആ യുവതലമുറയ്ക്ക് രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെയോ യാതൊരു അഴിമതി കഥകളോ ചതിക്കഥകളോ ഒന്നും അവർക്കറിയില്ല. അവര് കന്നി വോട്ടർമാരായിട്ട് പോകുന്നത് നരേന്ദ്രമോദിയുടെ ആ ഭരണം കണ്ടിട്ടാണ് 10 കൊല്ലം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും മറ്റും റീൽസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, രാഹുൽ ഗാന്ധി തരംഗമാണ് എല്ലാ സ്ഥലത്തും. രാഹുൽ ഗാന്ധിയെ അത്തരത്തിൽ ഒരു ക്വസ്റ്റ്യനിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയില്ല എന്ന് ആര് കണ്ടു? കാരണം രാഹുൽ ഗാന്ധിയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് പദവി കട്ട് ഓഫ് ചെയ്തപ്പോ വലിയ രീതിയിലുള്ള അനുകമ്പ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നു. അപ്പോ ഈ നരേന്ദ്രമോദി സർക്കാർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇവരുടെ ഭരണത്തിൽ 60 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിൽ എന്താണ് ഇവിടെ നടന്നത് എന്ന് കന്നി വോട്ടർമാരെയും പുതുതലമുറയെയും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിക്ക് പോകുന്നതല്ലേ? ആണ്, ശരിയാണ്. ധനുഷ് പറഞ്ഞ മാതിരി ഞാൻ എവിടെയല്ല, വേറെ തെലുങ്ക് ചാനലിലും കുറെ ഇംഗ്ലീഷ് ചാനലിലും ഹിന്ദി ചാനലിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. BJPയുടെ ഏറ്റവും വലിയൊരു ഫെയിലിയർ അവരുടെ പാർട്ടി സ്പോക്സ് പേഴ്സൺസ് ആണ്. ആക്ച്വലി BJPയുടെ സ്പോക്സ് പേഴ്സൺസ് ഇല്ലാത്ത ആൾക്കാരാണ് BJPക്ക് വേണ്ടി ഇനിയും കുറച്ചുകൂടി നന്നായി വർത്താനം പറയുന്ന ആൾക്കാർ. നമ്മൾ CJ പണിക്കരെടുത്താലും TG മോഹൻദാസ് സാറിനെ എടുത്താലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ എടുത്താലും, എവിടെ ഞാൻ കേരളത്തിലെ കാര്യം പറയാം, അതേമാതിരി നാഷണൽ ലെവൽ ആനന്ദ രംഗനാഥനായാലും സായി ദീപക് ആയാലും ഇവരൊക്കെയാണ്, ഷെഫാലി ആയാലും ഇവരൊക്കെയാണ് BJPയെ ഡിഫെൻഡ് ചെയ്യണത്. പക്ഷെ BJPയിൽ ഒരുത്തനെയും കാണില്ല ഡിഫെൻഡ് ചെയ്യാൻ. ഇപ്പൊ എന്റെ മാതിരിയുള്ള ആൾക്കാരും ഓരോ ചാനൽ എന്നെ വിളിക്കും, പൊളിറ്റിക്കൽ അനലിസ്റ്റ്, അവർ പറയും ഇവൻ RSS കാരനാണ്. ഞാൻ ഡിബേറ്റ് കയറുമെന്നെ പറയും ഇവൻ RSS കാരനാണ്. ഞാൻ പറയും ഓക്കെ ആണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ RSS കാരനെ അവിടെ രാജിവെച്ച് ഇറങ്ങി വരണം? ഞാൻ ഇല്ല, ചെറുപ്പത്തോടുള്ള ഓർഗനൈസേഷനിലാണ് RSS, അതിലുണ്ട് ഞാൻ, അതിന് സംശയം. പക്ഷെ BJPയുടെ പോളിസി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ധനുഷ്. അത് ഏറ്റവും വലിയ തെറ്റ് BJPയുടെ. ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടു BJPക്ക് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാൻ പറ്റുന്നില്ല. കേരളത്തിൽ തന്നെ എടുത്തോ, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് സ്വർണ്ണ കേസ് അത് നടന്ന് എത്ര കാലയത്? സ്വപ്ന സുരേഷാണ് പിണറായി വിജയനെ ടേക്ക് ഔട്ട് ചെയ്യണത്, അല്ലാണ്ട് സുരേന്ദ്രന് ബാക്കിയുള്ള ആൾക്കാരല്ല. ചെയ്യേണ്ടത് അവരാണ്, ആ പാർട്ടിക്കാരാണ് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോർ ഓഫ് ചെയ്യേണ്ടത്. പക്ഷെ ഒന്നും ചെയ്തില്ല. ഇപ്പൊ പറയും വയനാടിനെ പറ്റി പറയാൻ പാടില്ല, വയനാട് പൊളിറ്റിക്സ് പറയാൻ പാടില്ല. പക്ഷെ പറയണം, ബിക്കോസ് ഈ മരിച്ച 300 പേരുടെ അവരുടെ ഫാമിലി ചോദിക്കും, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തെന്നുള്ളത്. തെറ്റ് ചെയ്ത് ഗവൺമെന്റ് ആണ്, പക്ഷെ അതിനുള്ള ആരെ ശിക്ഷിക്കാൻ പോകണം നിങ്ങൾ? ഈ പറഞ്ഞ മാതിരി അത് തിരുവനന്തപുരം സ്റ്റേഷനിലാണ് അതിൽ ഒരാൾ മരിച്ചു അവിടെ.
ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുഴിയിൽ വീണ് കുറെ പേര് ചാവുണ്ട്. അപ്പൊക്കെ പറയുമ്പോൾ അത് ആക്സിഡന്റ് ആണ്, അത് ഞങ്ങളുടെ തെറ്റല്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കേസ് തന്നെ, രാഹുൽ ഗാന്ധി ചെയ്തിട്ട് നാഷണൽ ഹെറാൾഡ് കേസ് 90 ലക്ഷം കൊടുത്ത് 2000 കോടി കമ്പനി വാങ്ങിച്ചു. ഒരു ചെറിയ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ ബി ജെ പിക്കാർക്ക് പറ്റുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മിസ്റ്ററി. അത് ബി ജെ പി ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇനിയും വല്ല തിരിച്ചടി വരാം. എന്ത് കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഒരു ഓല കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ ഓല ഇനി നരേന്ദ്രമോദി എങ്ങനെ പ്രയോഗിക്കുമെന്നുള്ളതിലാണ്. പക്ഷേ എന്റെയും ആശങ്ക അവിടെ തന്നെയാണ്. അതായത് ഇത് വലിയ രീതിയിലുള്ള രാഹുൽ ഗാന്ധി വലിയൊരു ഫാൻ ബേസ് രൂപപ്പെട്ട് വരുന്നുണ്ട്. സാറത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലായിരുന്നു നേരത്തെ ആ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പൊ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ പല സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഫാൻ ബേസ് രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു നോക്കിയാൽ ഇന്നലെ ഞാൻ കണ്ട ഒരു റീല് ഞാൻ സാറിനോട് പറയാം. അതായത് വളരെ ഗംഭീരമായിട്ടാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അതിന് സാധിക്കുന്നുണ്ട്. ആ റീലില് നരേന്ദ്രമോദി സംസാരിക്കും, അതായത് ബി ജെ പി പ്രവർത്തകർ സംസാരിക്കുമ്പോൾ ഓം ബിർള ചിരിച്ചുകൊണ്ടിരിക്കുന്നതും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും സംസാരിക്കുമ്പോൾ ഓം ബിർള ദേഷ്യത്തിലിരിക്കുന്നതുമാണ്. വളരെ ഗംഭീരമായിട്ട് അത് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജയരാജനൊക്കെ പറയില്ലേ, ക്യാപ്സ്യൂൾ രൂപത്തിൽ അത് എത്തിക്കണം എന്നുള്ള രീതിയിൽ അത് വളരെ നമ്മുടെ യുവതലമുറയെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വ്യൂസ് വളരെ കുറവാണ്. ഞാനടക്കമുള്ള ആൾക്കാർ അനുഭവത്തിലൂടെയാണ് പൊളിറ്റിക്കൽ നോളജ് ആർജിച്ചെടുത്തത്. ഇപ്പൊ ഞാനും ഒരു സമയത്ത് കഞ്ഞി വോട്ടറായിരുന്നു. ആ സമയത്ത് താജിൽ ആക്രമണം ഞാൻ കണ്ടില്ല, അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അതിനുശേഷം നിർഭയയുടെ വിഷയം ഞാൻ കണ്ടില്ല, അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ കാണുന്നത് നീറ്റ് പരീക്ഷ ചോർച്ച, നരേന്ദ്രമോദിയുടെ ഫാസിസം, മറ്റേ അവിടെ ലീക്കാവുന്നു, ബീഹാറിൽ ബ്രിട്ടീഷുകാരന്റെ കെട്ടിയ പാലം പൊളിഞ്ഞു വീണാലും അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന് പറയുന്ന ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ അവരുടെ കയ്യിൽ വളരെ ഗംഭീരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തെത്തുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ബി ജെ പി ടാക്കിൾ ചെയ്യും എന്നുള്ളതും വലിയൊരു വിഷയം തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ വടിയെടുക്കുമ്പോൾ ആദ്യം ഈ ഒരു വലിയ അപകടം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം രാഹുൽ ഗാന്ധിക്കെതിരെ വടിയെടുക്കാൻ. എന്ന് ബി ജെ പിയോട് ഇനി ആര് പറഞ്ഞു കൊടുക്കുമെന്നും അറിയില്ല. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.